ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ബിസിനസ് അടക്കം തിയേറ്ററുകളിലെ 300 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിലെ വൻ തരംഗമായി മാറിയ എമ്പുരാൻ എന്ന സിനിമ കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആയത്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിലെ ഇതുപോലെ തന്നെ OTT റിലീസിന് ശേഷവും പലതരം അഭിപ്രായങ്ങൾ നേടിയെടുത്താണ് മുന്നേറുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ തുടർച്ചയായുള്ള ദിവസങ്ങളിലും ഇന്ത്യയിൽ തന്നെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം ഇടം നേടിയെടുത്ത് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും സിനിമ വലിയ തരംഗമായി മാറുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ 3 തവണ ഒന്നിച്ച ലാലേട്ടൻ പൃഥ്വിരാജ് കൂട്ടുകെട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒന്നിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ലൂസിഫറിനും എമ്പുരാനും ഇടയിൽ ബ്രോഡാഡി എന്ന സിനിമ വന്നതുപോലെ തന്നെ ഒരു എന്റർടൈനർ സിനിമയുമായിട്ടാണ് ഇത്തവണ എമ്പുരാന് ശേഷം ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോ ഒരുമിക്കുന്നത്. നേരത്തെ മുരളിഗോപി എമ്പുരാന്റെ റിലീസിന് മുന്നുള്ള അഭിമുഖത്തിൽ എമ്പുരാന് ശേഷം പൃഥ്വിരാജ് അടുത്തതായിട്ട് സംവിധാനം ചെയ്യുക ടൈസൺ എന്നായിരുന്നു എന്ന് അറിയിച്ചത്. എന്നാൽ ടൈസൺ അല്ല അടുത്ത സിനിമ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിൽ വരാനിരിക്കുന്ന ഒരു എന്റർടൈനർ സിനിമ ബ്രോഡാഡി പോലൊരു സിനിമ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ഒരു പക്ഷേ ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. എമ്പുരാന്റെ പ്രൊമോഷനും റിലീസിനെല്ലാം തന്നെ ശേഷം ലാലേട്ടനാണെങ്കിൽ പൃഥ്വിരാജ് ആണെങ്കിൽ രണ്ടുപേരും രണ്ടിടത്താണ് സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകളുമായി ബന്ധപ്പെട്ട. എന്തായാലും ലാലേട്ടനും പൃഥ്വിരാജും വീണ്ടും ഒരുമിക്കുന്ന സിനിമയുമായിട്ട് പൃഥ്വിരാജ് ഇത്തവണ എത്തുമ്പോൾ പൃഥ്വിരാജിന് കാര്യമായ മറുപടികൾ ഇതിനോടകം തന്നെ നൽകാനായിട്ടുണ്ട്. എമ്പുരാന്റെ സമയത്ത് ഒരുപാട് വിമർശനങ്ങളാണല്ലോ പൃഥ്വിരാജ് രാഷ്ട്രീയപരമാണെങ്കിലും സിനിമാ സംബന്ധമായും കേട്ടത്. എന്തായാലും അതിനുള്ള മറുപടിയുമായിട്ട് ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോ വീണ്ടും ഒരുമിക്കുന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് വരട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.